Hello friends, welcome to Code Eureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്ലിപ്സിൽ എങ്ങനെയാണ് ഒരു സിമ്പിൾ ലോഗിൻ പേജ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഡൈനാമിക് വെബ് പ്രോജക്റ്റ് എന്താണ്, അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ കാണുക. അപ്പോൾ ലിങ്ക് ഐ ബട്ടണിലുണ്ട്. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഒരു ജാവ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, മൈ ലക്കി പ്രോജക്റ്റ്. അപ്പോൾ എങ്ങനെയാണ് ജാവ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ റിപ്പീറ്റായിട്ട് പറയത്താണ്. ഓക്കെ, ഇനി നമുക്കിപ്പോൾ ഒരു ലോഗിൻ പേജ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ഈ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്ന ഫംഗ്ഷനാലിറ്റീസ് ഒക്കെ വേണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉറപ്പ് വരുത്തുക നിങ്ങളുടെ സിസ്റ്റത്തിൽ വിൻഡോ ബിൽഡർ ഇൻസ്റ്റാൾഡ് ആണെന്ന്. വിൻഡോ ബിൽഡർ ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ നമുക്ക് കോഡ് ഇവിടെ വരുമ്പോൾ താഴെ സോഴ്സ്, ഇവിടെ ഡിസൈൻ അങ്ങനെ കാണിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. അപ്പോൾ വിൻഡോ ബിൽഡർ ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ ഇതാ ഇവിടെ ഫയലിൻ്റെ താഴെ ഇത് കണ്ടോ, ക്രിയേറ്റ് ന്യൂ വിഷ്വൽ ക്ലാസ്സസ്, ഇങ്ങനൊരു ഓപ്ഷൻ വന്ന് കിടപ്പുണ്ടായിരിക്കും. അവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ വിൻഡോ എടുത്തിട്ട് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ ഇതിൽ വിൻഡോ ബിൽഡർ ഇൻസ്റ്റാൾഡ് അല്ലെങ്കിൽ നിങ്ങൾ വിൻഡോ ബിൽഡർ ഇൻസ്റ്റാൾ ചെയ്യുക. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ലിങ്കാണ് മേളിൽ കാണിക്കുന്നത്, വീഡിയോയുടെ മേളിൽ. ഓക്കെ, അപ്പം നമുക്ക് ഇതിലേക്ക് പോവാം. അപ്പം ഞാൻ മൈ ലക്കി പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനകത്ത് ഞാൻ സ്വിങ് എടുക്കുക, ആപ്ലിക്കേഷൻ വിൻഡോ കൊടുക്കുക. അപ്പോൾ ഇവിടെ സോഴ്സ് ഫോൾഡർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഏതാണ്, എൻ്റെ മൈ ലക്കി പ്രോജക്റ്റാണ് കൊടുക്കുന്നത്. ഓക്കെ, ആ ജാവ പ്രോജക്റ്റ് കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ നെയിം ഞാൻ കൊടുക്കുകയാണ്. എൻ്റെ ലോഗിൻ ഫോം അല്ലേ, ലോഗിൻ ഡോട്ട് ജാവ എന്ന് കൊടുക്കുകയാണ്. ഫിനിഷ് കൊടുക്കുക. അപ്പോൾ അതായത് ഇതിൻ്റെ ഒരു കോഡൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതാ ഇവിടെ കണ്ടോ ഡിസൈൻ നടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഡിസൈനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് ഓപ്പണായി വരുമ്പോൾ അതൊരു 2 സെക്കൻഡ് എടുക്കും, വെയിറ്റ് ചെയ്യുക. ഇതായത് കണ്ടോ വന്നേക്കുന്നത്. അപ്പം നമുക്കിവിടെ ഒരു ഫോമൊക്കെ വന്നിട്ടുണ്ട്. ഇതാ ഇവിടെ കുറേ ഫങ്ഷനാലിറ്റീസ്. അപ്പം നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തൊരു ലോഗിൻ പേജ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ലേഔട്ടിനകത്ത് അബ്സല്യൂട്ട് ലേഔട്ട് ക്ലിക്ക് കൊടുക്കാം. ക്ലിക്ക് കൊടുത്തിട്ട് ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിടണ്ട, ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക, ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ആയിക്കോളൂ. ഓക്കെ, അപ്പോൾ ഇതെന്തിനാണ് ഈ അബ്സല്യൂട്ട് ലേഔട്ട് ആദ്യം കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ ഈ പൊസിഷനിങ് നമുക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഈ അബ്സല്യൂട്ട് ലേഔട്ട് എടുക്കാതെ നമ്മളിങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാൻ നോക്കിയാൽ അവിടെ ഇവിടെ അങ്ങനെയൊക്കെ വരത്തേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു ജെ പാനൽ കൊടുക്കുക. ഓക്കെ, അതിന് മുമ്പ് ജെ പാനൽ കൊടുക്കുന്നതിന് മുന്നേ എനിക്കൊരു ബോർഡർ ലൈൻ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റുകയാണ്. അപ്പോൾ ഇതാ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഇവിടെ കാണിക്കും. ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് വന്നിട്ട് ബ്ലാക്ക് കൊടുക്കുകയാണ്. ഓക്കെ, ഇതിപ്പോൾ ഫുള്ള് ബ്ലാക്കായി. എനിക്ക് ഫുള്ള് ബ്ലാക്ക് വേണ്ട, ബോർഡർ ബ്ലാക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാനൽ എടുക്കുക, എന്നിട്ട് ഇതാ ഇങ്ങനെ സെലക്ട് ചെയ്ത് വിട്ടാൽ മതി. അപ്പോൾ ഇത് വന്നോളൂ. എനിക്ക് വേണമെങ്കിൽ ഇതാ ഈ ഫോമിൻ്റെ ഇതൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കാൻ വേണമെങ്കിൽ അതായത് ഇപ്പം ഞാൻ സൈസൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കുകയാണ്. ഇനി ഇതും ഒന്ന് കൂട്ടിയൊക്കെ കൊടുക്കാം. ഓക്കെ, ഇനി എന്താണ്, ഞാനിപ്പോൾ ഇതിനെ ഒരു 2ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതൊന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വിൻഡോയുടെ 2 സൈഡിലും 2 കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഒരു പാനൽ വന്നല്ലോ. ഇനി ഇതിനകത്ത് എനിക്ക് പൊസിഷൻ ഇനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ അബ്സല്യൂട്ട് ലേഔട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് കൊടുക്കുക. ഓക്കെ, ഇനി എന്താണ്, ഞാൻ വീണ്ടും ഈ ജെ പാനൽ ക്രിയേറ്റ് ചെയ്തു, ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ഇവിടെ വിട്ടു. എന്നിട്ട് ഇത് ജസ്റ്റ് നിങ്ങളിങ്ങനെ ഡ്രാഗൊക്കെ ചെയ്താൽ മതി. ഇനി എനിക്കിവിടെ ഈ 2 സൈഡിലും എനിക്ക് 2 കളർ കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. ഓക്കെ, അപ്പം ഞാൻ ഈ ലെഫ്റ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് വന്നു. ഇവിടെ ഞാൻ കൊടുക്കുകയാണ് കളേഴ്സിൽ ജസ്റ്റ് ഒരു ഈ കളർ കൊടുക്കാം. ഓക്കെ കൊടുക്കാം. അപ്പോൾ അതാ ഒരു കളർ വന്നു. ഇനി ഇവിടെയും നമുക്ക് എന്തെങ്കിലും ഒരു കളർ മാറ്റി കൊടുക്കാം. വേണമെങ്കിൽ പ്യുവർ വൈറ്റ് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതാ പ്യുവർ വൈറ്റ് വന്നു. ഇങ്ങനെ ഒരു ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബോക്സ് ഒക്കെ എടുത്ത് വെക്കാം, യൂസർ നെയിം പാസ്വേഡിനുള്ളതല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഒന്നുകൂടെ അബ്സല്യൂട്ട് ലേഔട്ട് ഒന്ന് കൊടുക്കുക. ഓക്കെ, കൊടുത്തിട്ട് ഇനി എന്താണ്, നമുക്ക് ടെക്സ്റ്റ് ഫീൽഡ് വെക്കണം. അപ്പോൾ ആദ്യമായിട്ട് അതിന് വേണ്ടിയിട്ട് ജെ ലേബിൾ വെക്കുകയാണ്. ഇതെന്തിനാണ്, യൂസർ നെയിം കൊടുക്കാൻ, എന്നിട്ട് അത് മേടിക്കാനുള്ള ടെക്സ്റ്റ് ഫീൽഡ്. ഇനി പാസ്വേഡിനൊരു ലേബല്, ഇനി പാസ്വേഡിനൊരു ടെക്സ്റ്റ് ഫീൽഡ് അല്ലേ. അപ്പോൾ ഇവിടെ ആദ്യം ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതാ വേരിയബിൾ കണ്ടോ കിടക്കുന്നതാണ്ടേ, വേരിയബിൾ ഇങ്ങനെ കുറേ പ്രോപ്പർട്ടീസ് കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ യൂസർ നെയിം കൊടുക്കുകയാണ്. ഇപ്പോൾ അത് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ജസ്റ്റ് ഇതിങ്ങനെ വലിച്ചു വിട്ടാൽ മതി. ഓക്കെ, ഇനി പാസ്വേഡിൻ്റെ ശരിയാക്കാം. പാസ്വേഡൊന്ന് കൊടുക്കാം. അതും ജസ്റ്റ് കുറച്ചൊന്ന് വലുതാക്കാം, ഇല്ലെങ്കിൽ അത് ഔട്ട്പുട്ട് വരുമ്പോൾ ഫുള്ള് കാണാൻ പറ്റില്ല.
ഇനി ഇവിടെ വന്നിട്ട് ഈ ടെക്സ്റ്റ് ബോക്സ് ഒക്കെ നമുക്കൊന്ന് വലുതാക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഈ ആദ്യത്തെ ടെക്സ്റ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഏറ്റവും മുകളിലോട്ട് വരിക. അതിൻ്റെ വേരിയബിളിൽ നിന്ന് കിടക്കുന്നുണ്ടോ ടെക്സ്റ്റ് ഫീൽഡ്. അപ്പം നമ്മൾ ഈ ടെക്സ്റ്റ് ഫീൽഡ് എന്നുള്ളത് മാറ്റി കൊടുക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ഇത് കൊടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ സോഴ്സ് കോഡ് വരും. അപ്പം നമുക്ക് ഇവിടെ നിന്നുള്ള ടെക്സ്റ്റ് നമുക്ക് വേണമല്ലോ, അത് പാസ്വേഡ് കൂടെ എടുത്ത് സബ്മിറ്റ് കൊടുക്കുമ്പോഴാണല്ലോ നമുക്ക് ലോഗിൻ ആവുന്നത്. അപ്പോൾ ഈ ടെക്സ്റ്റ് ഫീൽഡ് എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് ജസ്റ്റ് നെയിം എന്ന് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ യൂസ് എന്താണെന്ന് കോഡ് എടുക്കുമ്പോൾ മനസ്സിലാവും. ഇതാ പാസ്വേഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതാ വീണ്ടും ടെക്സ്റ്റ് ഫീൽഡ് 1 എന്ന ഈ പേരൊക്കെ നമുക്ക് ഓർത്ത് വെക്കാൻ പാടല്ലേ. അപ്പം നെയിം പാസ്വേഡ് അങ്ങനെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ജസ്റ്റ് ഒരു ബട്ടൺ സബ്മിറ്റ് കൊടുക്കണം അല്ലേ, അതും കൊടുത്തു. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതാ ഇവിടെ സബ്മിറ്റ് എന്ന് കൊടുത്താൽ മതി. വന്നത് കണ്ടോ, ഇപ്പോൾ യൂസർ നെയിം പാസ്വേഡ് എല്ലാം വന്നു. ഇനി എന്താണ് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഡയലോഗ് ബോക്സ് വല്ലതും കാണിക്കാം, ലോഗിൻ സക്സസ്ഫുൾ എന്നോ അല്ലെങ്കിൽ ഫെയിൽഡ് എന്നോ എന്തെങ്കിലും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ഇവൻറ്റ് ഹാൻഡ്ലറിലെ അത് കൊടുക്കുക. അപ്പോൾ ആക്ഷൻ എന്ന് വരും, അവിടെ ആക്ഷൻ പെർഫോംഡ് കൊടുക്കുക. ഇപ്പം ഞാൻ മുമ്പേ നെയിം പാസ്വേഡ് എന്ന് വേരിയബിളിൽ ഫീൽഡ് ചേഞ്ച് ചെയ്ത് കൊടുത്തത് കണ്ടോ, അത് ഇവിടെ വന്നിരിക്കുന്നുണ്ടോ. ആദ്യത്തെ ടെക്സ്റ്റ് ഫീൽഡിൻ്റെ പേര് നെയിം, രണ്ടാമത്തേൻ്റെ പേര് പാസ്വേഡ്. ഇതപ്പം ഇവിടുന്ന് നമുക്കിതിനെ ഗെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പേര് ഓർക്കാൻ വേണ്ടി അങ്ങനെ കൊടുത്തത്. ഓക്കെ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇപ്പം അതായത് കണ്ടോ ആക്ഷൻ പെർഫോംഡ്, അതായത് നമ്മുടെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം എന്നുള്ളത് നമ്മൾ ഇവിടെയാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്താണ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം യൂസർ നെയിമിനെ നമുക്ക് ഗെറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുകയാണ് സ്ട്രിങ് യുനെയിം എന്നൊരു വേരിയബിൾ കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ നെയിമിനകത്തല്ലേ അതുള്ളത്, നമ്മൾ വേരിയബിൾ കൊടുത്തല്ലോ നെയിം ഡോട്ട് ഗെറ്റ് ടെക്സ്റ്റ് കൊടുക്കുകയാണ്. ഇനി പാസ്വേഡ് വാങ്ങണം അല്ലേ, സ്ട്രിങ് PWD എന്ന് കൊടുക്കാം. പാസ്വേഡ് ഈക്വൽ ടു പാസ്വേഡ് എന്ന് പറഞ്ഞ വേരിയബിളിനകത്താണ് ഡോട്ട് ഗെറ്റ് ടെക്സ്റ്റ് കൊടുത്തു. ഇപ്പോൾ രണ്ട് ഞാൻ കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത്, എൻ്റെ യൂസർ നെയിമും പാസ്വേഡും എന്തെങ്കിലും ഒരു അഡ്മിൻ എന്നുള്ള യൂസർ നെയിം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാസ്വേഡ് കൊടുക്കുമ്പോൾ നമുക്കത് ഫെയിൽഡ് ആണോ സക്സസ് ആണോ എന്ന് കാണിക്കണം. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ തന്നെ ഞാനിപ്പോൾ ഡേറ്റാബേസ് കണക്ഷൻ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വർക്കിംഗ്. അപ്പോൾ ഇഫ് യുനെയിം ഡോട്ട് ഈക്വൽസ് അഡ്മിൻ എന്ന് കൊടുക്കാം, യൂസർ നെയിം അഡ്മിൻ. ഓക്കെ, യൂസർ നെയിം ആൻഡ് നമ്മുടെ പാസ്വേഡ് ഇതിനകത്താണ് PWDക്കകത്തല്ലേ, പാസ്വേഡ് ഡോട്ട് ഈക്വൽസ് കോഡ് യുറേക്ക എന്നാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡയലോഗ് ബോക്സ് വന്നിട്ട് സക്സസ്ഫുൾ എന്ന് കാണിക്കാം. അപ്പോൾ ഡയലോഗ് ബോക്സ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ജെ ഓപ്ഷൻ പാനൽ എന്ന് പറഞ്ഞ ഒരെണ്ണമാണ്. JO എന്ന് കൊടുത്തിട്ട് കൺട്രോൾ സ്പേസ് അടിച്ചാൽ മതി. അപ്പോൾ വന്നുകൊടുത്താ ജെ ഓപ്ഷൻ പാനൽ ഡോട്ട് ഷോ മെസ്സേജ് ഡയലോഗ്. രണ്ട് ഫീൽഡ് ഉണ്ട്, ആദ്യത്തേത് നമുക്ക് നള്ളെന്ന് കൊടുക്കാം, രണ്ടാമത്തേത് നമുക്ക് എന്ത് മെസ്സേജാണ് വരേണ്ടതെന്ന്. അപ്പോൾ ലോഗിൻ സക്സസ്. ഓക്കെ, അങ്ങനെ കൊടുക്കാം. എന്നിട്ട് ഒരു എൽസ് കേസ് വേണമല്ലോ, ഇപ്പോൾ ലോഗിൻ ഫെയിൽഡ് ആണെങ്കിൽ എന്ത് വരണമെന്ന്. ഇപ്പോൾ ജസ്റ്റ് എൽസിനകത്ത് ഇത് തന്നെ കൊടുത്താൽ മതിയല്ലോ. ഇതുപോലൊരു ഡയലോഗ് ബോക്സ് വന്നിട്ട് ലോഗിൻ ഫെയിൽഡ് എന്ന് കാണിച്ചാൽ പോരെ. അപ്പോൾ ഇത് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ലോഗിൻ ഫെയിൽഡ് അല്ല, നമുക്ക് ഇൻകറക്റ്റ് യൂസർ നെയിം ഓർ പാസ്വേഡ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഇതിനകത്ത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല. ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ വരേണ്ടത്, യൂസർ നെയിം മേടിക്കുക, പാസ്വേഡ് മേടിക്കുക. എന്നിട്ട് ഞാൻ ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്, യൂസർ നെയിം അഡ്മിനും പാസ്വേഡ് ഇതുവാണെങ്കിൽ ലോഗിൻ സക്സസ് അല്ലെങ്കിൽ ഇൻകറക്റ്റ്. അപ്പോൾ ഇതെങ്ങനെ വരും നോക്കാം. നമ്മളപ്പോൾ ഇവിടെ ഗ്രീൻ ബട്ടണിൽ റണ്ണ് കൊടുത്താൽ മതി. റൺ ആസ് ജാവ ആപ്ലിക്കേഷനാണ്. ഓക്കെ, ഇതാ നല്ലൊരു വന്നത് കണ്ടോ. അപ്പം നമുക്ക് യൂസർ നെയിം എന്താണ് കൊടുത്തിരിക്കുന്നത്, അഡ്മിൻ, പാസ്വേഡ് കോഡ് യുറേക്ക കൊടുക്കുകയാണ്. സബ്മിറ്റ് കൊടുക്കുമ്പോൾ ദ ലോഗിൻ സക്സസ്. ഓക്കെ, ഇനി ഞാൻ വേറെ എന്തെങ്കിലും കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ അഡ്മിൻ തന്നെ കൊടുത്തു. എന്നിട്ട് ഇവിടെ പാസ്വേഡ് 1 2 3 4 5 കൊടുക്കുകയാണ്. സബ്മിറ്റ് കൊടുക്കുകയാണ്. ഇൻകറക്റ്റ് യൂസർ നെയിം ഓർ പാസ്വേഡ്. ഓക്കെ,
അപ്പോൾ ഇതെങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് ഒരു സിമ്പിൾ യൂസർ നെയിം പാസ്വേഡ് കൊടുത്തിട്ട് നമ്മളൊരു ഫോം ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഡേറ്റാബേസിൽ നിന്ന് എടുത്തൊക്കെ ചെയ്യാം. ജസ്റ്റ് വർക്കിംഗ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഡയറക്റ്റായിട്ട് ഞാൻ ഇവിടെ തന്നെ കൊടുത്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.